പ്രണയശലഭങ്ങൾ ഭാഗം 11. തന്നെ അന്വേഷിച്ച് ഞാൻ ഇവിടേക്ക് വരണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണമുണ്ടാകില്ലേ? താൻ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല. എൻ്റെ ഈ വരവ് തന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുമല്ല. സത്യത്തിൽ ആദ്യേ കണ്ട് സോറി പറയാൻ വേണ്ടിയാ ഞാൻ ഇവിടേക്ക് വന്നത്. സോറിയോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതെ, ഇത്രയും നാൾ ഞാനൊരു സ്വപ്നലോകത്തായിരുന്നു ജീവിച്ചിരുന്നത്. ഞാൻ തന്നെ സങ്കല്പിച്ചെടുത്ത ഒരു സ്വപ്നലോകത്ത്. ആദ്യയോടുള്ള പ്രണയവും നമ്മളുമൊത്തുള്ള ജീവിതവുമെല്ലാം സ്വയം മെനഞ്ഞെടുക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വർണ്ണലോകത്തായിരുന്നു ഞാൻ ഇതുവരെയും. ആശിച്ചതെല്ലാം നേടിത്തരുന്ന ലൈഫിൽ ആദ്യയെയും ആദ്യയുടെ പ്രണയത്തെയും എനിക്ക് വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് ഞാൻ അറിയാതെ വിശ്വസിച്ചു പോയി. അതിനിടയിൽ ആദ്യയുടെ മനസ്സെന്തെന്ന് അറിയാൻ പോലും ശ്രമിക്കാതെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. എൻ്റെ ഒരു തരം സ്റ്റുപ്പിഡ്നെസ്. എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ആദ്യ കാത്തിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് മനസ്സിരുത്തി ഞാൻ ചിന്തിച്ചു നോക്കി. ഇത്രയും നാൾ എൻ്റെ ഉള്ളിൽ നിലനിന്നിരുന്ന സ്വാർത്ഥതയെ അവോയ്ഡ് ചെയ്തപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ പ്രവൃത്തികൾ ആദ്യം ഒരുപാട് ഹേർട്ട് ചെയ്തെന്നറിയാം. സോറി, ഐ ആം റിയലി സോറി. ഞാൻ കാരണം ആദ്യം ഒരിക്കലും ഇവിടെ നിന്ന് പോകാൻ പാടില്ല. പപ്പയ്ക്കത് വലിയൊരു വിഷമമാകും. അത്രയും പറഞ്ഞുകൊണ്ടവൾ അവിടെ നിന്നും തിരികെ പോകാൻ ഒരുങ്ങി. ഡോറിന് വെളിയിലേക്ക് നടന്നു പോകാൻ നേരം ഒരിക്കൽ കൂടി അവൾ അവനെ നിസ്സഹായമായ ഭാവത്തിൽ തിരിഞ്ഞു നോക്കി. താൻ കേട്ടതും കണ്ടതുമെല്ലാം സ്വപ്നമോ അതോ സത്യമോ എന്നറിയാതെ ഒരു നിമിഷം അമ്പരപ്പോടെ അവൻ നിന്നു. തൻ്റെ മുന്നിൽ നിന്നിറങ്ങിപ്പോയവളുടെ പെരുമാറ്റം അവനെ അത്രയേറെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. അവൾ ഇത്രയേറെ തന്നോട് സംസാരിച്ചു തീർന്നിട്ടും തിരിച്ചൊന്നും തനിക്ക് പറയാൻ സാധിക്കാതെ പോയ കുറ്റബോധം അന്നേരമാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ഒട്ടും വൈകിക്കാതെ അവളുടെ പിറകെ ചെല്ലാനായി ആ കാലുകൾ അതിവേഗത്തിൽ ചലിച്ചു. 5-ാം നിലയുടെ ഔട്ട്ഡോറിൽ നിന്നും പുറത്തേക്കവൻ കണ്ണുകൾ പരതിയപ്പോഴേക്കും അവൾ കാറിലേക്ക് കയറി തുടങ്ങിയിരുന്ന കാഴ്ചയാണ് അവനു കാണാൻ സാധിച്ചത്. കാറിൻ്റെ ഡോറ് തുറക്കുന്നതിനിടയിൽ അവൾ പെട്ടെന്ന് മുകളിലേക്ക് തിരിഞ്ഞു നോക്കി. ഔട്ട്ഡോറിൽ നിന്നും തന്നെ നോക്കി നിൽക്കുന്ന ആദിത്യനെ കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചു. ആദ്യമൊന്ന് കൈ ഉയർത്താൻ അവൻ മടിച്ചു നിന്നുവെങ്കിലും പിന്നീട് നേരിയ മന്ദഹാസത്തോടെ തിരിച്ചവനും കൈവീശി കാണിച്ചു. മിത്രയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ആദിക്ക് വളരെയേറെ ആശ്വാസമായി തീർന്നിരുന്നു. കമ്പനിയിൽ വീണ്ടും ജോയിൻ ചെയ്യാനായി അവൻ തീരുമാനമെടുത്തപ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചത് വർമ്മ സാറായിരുന്നു. കമ്പനിയുടെ കാര്യങ്ങളിൽ ഏർപ്പെടാനും പപ്പയെ സഹായിക്കാനുമായി മിത്രയും ഓഫീസിൽ വരുന്നത് പതിവ് ശീലമാക്കി. സ്നേഹിച്ച പുരുഷനെ ഒരു ഫ്രണ്ടായി കാണാൻ അല്പം മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ചുവെങ്കിലും അതിനെയെല്ലാം മറികടക്കാൻ അവൾ സ്വയം തയ്യാറായി മുന്നിട്ടിറങ്ങി. താൻ കാരണം വേദനിച്ചവരുടെയെല്ലാം മുഖത്തപ്പോൾ തെളിഞ്ഞ സന്തോഷവും സമാധാനവും തന്നെയായിരുന്നു പിന്നീടുള്ള അവളുടെ മാറ്റങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാനിടയായതും. ആദ്യം അവൾ നല്ലൊരു ഫ്രണ്ടായി അംഗീകരിച്ചതിൽ വർമ്മ സാറും ഒരുപാട് സന്തോഷിച്ചു. ഒരച്ഛൻ എന്ന നിലയിൽ മകളെക്കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് അഭിമാനം തോന്നി. പ്രണയം നിഷേധിക്കുന്നവരെല്ലാം പകയോടെ പ്രതികരിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്തപ്പോൾ മിത്രയുടെ ഈ തീരുമാനം അയാൾക്കേറെ സമാധാനമായി തീർന്നു. ചേച്ചിയുടെ സന്തോഷത്തിൽ നിരാശ കൈവരിച്ച മിതുവും അതിനുശേഷം ഏറെ ആക്റ്റീവായി മാറി. മിത്രയുമായുള്ള ചങ്ങാത്തം ആദ്യയിലും ചില മാറ്റങ്ങളൊക്കെ വരുത്താനിടയാക്കി. കൂടുതൽ സംസാരിക്കാനും ഉള്ളിലെ പ്രയാസങ്ങളെ മറന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുവാനും അവൻ ശീലിച്ചു. ഒരുമിച്ചുള്ള മീറ്റിങ്ങുകളിലും മറ്റു പ്രോഗ്രാമുകളിലും അവർ സജീവമായി പങ്കെടുത്തു. അങ്ങനെയിരിക്കെ ഒരു സായാഹ്നത്തിൽ ഓഫീസിലെ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന വഴിയിൽ രണ്ടുപേരും വല്ലാതെ ടയേർഡായിരുന്നു. തിരിച്ചു ഫ്ലാറ്റിലേക്ക് പോകുന്നതിന് മുന്നേ കോഫി ഷോപ്പിലൊന്ന് കയറാമെന്ന തീരുമാനത്തോട് അവർ രണ്ടുപേരും യോജിച്ചു. സൺസൈറ്റിൻ്റെ ഭംഗിയെ ഒപ്പിയെടുക്കുന്ന ഗ്ലാസ് ഡോറുകൾ കൊണ്ട് മനോഹരമായിരുന്ന കോഫി ഷോപ്പിൻ്റെ ഒരറ്റത്ത് അവർ ചെന്നിരുന്നു. ഓറഞ്ച് നിറത്തിൽ ആകാശത്തെ വർണ്ണാഭമാക്കിയ ആ കാഴ്ച അവിടെ വരുന്നവരുടെയെല്ലാം മനം കവരുന്നതായിരുന്നു. ആ ഭംഗിയെ നന്നായി ഒന്ന് ആസ്വദിക്കുന്നതിനിടയിൽ ആവി പറക്കുന്ന കോഫിയുമായി ഒരു വെയിറ്റർ അവിടേക്ക് കടന്നു വന്നു. അവർ ഇരിക്കുന്ന കനം കൂടിയ ചില്ലു പ്രതലത്തോടു കൂടിയ ടേബിളിലേക്ക് അയാൾ കോഫി വെച്ച് കൊടുത്തുകൊണ്ട് പതിയെ തിരിച്ചു നടന്നു. ക്ഷീണത്തെ മറികടക്കാൻ കഴിയും വിധം കോഫിയുടെ രുചി അവർ ആസ്വദിച്ചു കുടിച്ചു.
മീറ്റിങ്ങിനിടയിൽ നടന്ന കൊച്ചു കൊച്ചു തമാശകളെ പങ്കുവെച്ചുകൊണ്ടവർ സംസാരിക്കുന്നതിനിടയിലാണ് ആദിയുടെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തു തുടങ്ങിയത്. കോഫി കുടിക്കുന്നതിനിടയിൽ തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യാനായി അവൻ ഒരുങ്ങി. സ്ക്രീനിൽ തെളിഞ്ഞ ഒരു പേര് കണ്ടതോടെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ഹൃദയമിടിപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. കോഫി കുടിക്കുന്നത് മതിയാക്കി അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ ആദി, നീ എവിടെയാ? എവിടെയാണെങ്കിലും എല്ലാം മതിയാക്കി നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം. ഞാൻ കണ്ടടാ അവളെ, നിന്റെ ഗൗരിയെ. ആ വാർത്ത അവൻ്റെ ശ്രവണങ്ങളിൽ പതിക്കേണ്ട താമസം അവൻ ആശ്ചര്യത്തോടെ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. എന്ത്? എന്താ നീ ഇപ്പോൾ പറഞ്ഞത്? അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു. അതേടാ, ഞാൻ കണ്ടത് അവളെ തന്നെയാ. എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ പറയാൻ കഴിയില്ല. എല്ലാം ഞാൻ നേരിട്ട് വിശദമായി പറയാം. നീ നാളെ തന്നെ ഇവിടേക്ക് തിരിക്കണം, ബാക്കിയെല്ലാം വന്നിട്ട്. പറഞ്ഞവസാനിപ്പിച്ചതും ഫോൺ കട്ടാക്കിയതും ഒരുമിച്ച്. കോഫി കുടിച്ചതിനേക്കാൾ ഉന്മേഷത്തിൽ ആദിയുടെ മുഖം തിളങ്ങുന്നത് കണ്ടപാടെ മിത്ര സംശയത്തോടെ വിവരങ്ങൾ തിരക്കാൻ തുടങ്ങി. ആദി, വാട്ട് ഹാപ്പൻ? ആരാ വിളിച്ചേ? ഇത്രയും സന്തോഷിക്കാൻ മാത്രം എന്ത് ന്യൂസാ നിന്നോട് അയാൾ പറഞ്ഞേ? സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് പുറപ്പെടുവിക്കാൻ കഴിയാതെ അവൻ നിശ്ചലനായി നിന്നു. മിത്ര, അത് പിന്നെ എൻ്റെ ഗൗരിയെ അവൻ കണ്ടു. കേട്ട വാർത്തയുടെ ഒരു ഞെട്ടൽ അവളിലും പൊടുന്നനെ പ്രതിഫലിച്ചു. റിയലി? ആദി പറയുന്നത് സത്യമാണോ? അതെ മിത്ര, നാട്ടിലുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മോട്ടുവ ഇപ്പോഴെന്നെ വിളിച്ചത്. ഇത്രയും നാൾ അവൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഈ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയാ ഇതുവരെയും ഞാൻ ജീവിച്ചിരുന്നത്. എനിക്ക് പോകണം, എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിച്ചേരണം. മുഖത്തും വാക്കുകളിലും പ്രകടമായ അവൻ്റെ സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. എന്നാൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ മിത്രയെ അത് നിരാശയിലാക്കി. കോഫി കുടിച്ചപ്പോൾ കൈവന്ന ഉന്മേഷം പെട്ടെന്നകന്ന് എവിടേക്കോ പോയതുപോലെ അവളുടെ മുഖം വാടി. എങ്കിലും പുറമേ അത് ഭാവിക്കാതെ അവൾ സന്തോഷം പ്രകടിപ്പിച്ചു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആദി, ആൻഡ് കൺഗ്രാറ്റ്സ്. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. എന്നാൽ താൻ ഇവിടെ ഇരിക്കേ, ഞാനൊരു ടാക്സി വിളിച്ച് പോയിക്കോളാം. ഗൗരിയെ നേരിൽ കാണുമ്പോൾ പറയാനുള്ളതെല്ലാം ഇപ്പോഴേ തയ്യാറാക്കി വെച്ചോളൂ. തൽക്കാലത്തേക്ക് നിന്റെ സ്വപ്നത്തിലെ കട്ടുറുമ്പാവാൻ ഈ ഞാനില്ല. കൈകൊടുത്ത് പിരിഞ്ഞുകൊണ്ടവൾ അവിടെ നിന്നും നടന്നകന്നു. കോഫി ഷോപ്പിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി നിന്നപ്പോൾ എന്തെന്നില്ലാതെ അവളുടെ മനസ്സ് അസ്വസ്ഥപ്പെട്ടു. ആദി എന്നേക്കുമായി വിട്ടുപിരിയുകയാണോ എന്ന തോന്നൽ അവളെ ഏറെ നിരാശയിലാഴ്ത്തി. ഒരു നല്ല സുഹൃത്തായി പോലും തനിക്ക് അവൻ്റെ കൂടെ തുടരാനുള്ള ഭാഗ്യമില്ലെന്നോർത്തവൾ മനസ്സിലറിയാതെ തേങ്ങി. മിഴികളിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയ അശ്രുകണങ്ങളെ അന്നേരം അവൾ പുഞ്ചിരിയോടെ തടയാൻ ശ്രമിച്ചു. എല്ലാം നല്ലതിനായിരിക്കും അല്ലേ ഗോഡ്? കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവരും കാത്തിരിക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.